പ്രിയപ്പെട്ട പ്ലസ് ടു കുട്ടികളെ, ഇനി നമുക്ക് പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസിൻ്റെ ചാപ്റ്റർ വൈസിൽ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ ചാലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ്, രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ എന്ന ചാപ്റ്ററിൽ നിന്നും ഒരു 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ദ മേജർ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ദ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ, സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ. പ്രധാനമായിട്ട് 3 വെല്ലുവിളികളാണ്. ഒന്ന് രാഷ്ട്ര നിർമ്മാണം അഥവാ നേഷൻ ബിൽഡിംഗ്. രണ്ടാമത്തത് സെറ്റപ്പ് എ പാർലമെൻ്ററി ഫോം ഓഫ് ഡെമോക്രസി, ഒരു പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനം രൂപീകരിക്കുക. മൂന്നാമത്തത് എൻഷ്യൂർ ദ വെൽഫെയർ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഓൾ സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി ആൻഡ് റാപ്പിഡ് ഇക്കണോമിക് ഗ്രോത്ത്, അതായത് എല്ലാവരുടെയും ക്ഷേമം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ത്വരിതഗതിയിലുള്ള സാമ്പത്തിക വളർച്ച ഉറപ്പുവരുത്തുക. പിന്നീട് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ദ പാർട്ടീഷൻ പ്രോസസ് ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസ്, ഇന്ത്യ വിഭജനവും അതിൻ്റെ അനന്തര ഫലങ്ങളും. മുസ്ലിംകൾക്ക് പ്രത്യേകമായി ഒരു രാജ്യം വേണമെന്ന്, അല്ലെങ്കിൽ 2 നേഷൻ തിയറി അവതരിപ്പിച്ചത് മുഹമ്മദ് അലി ജിന്നയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടി മുസ്ലിം ലീഗും. അവർ നിരന്തരം 1940കളിൽ ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടൊരു രാജ്യം വേണമെന്ന്. ഈ ആവശ്യത്തെ ജൂൺ 3 ഡിക്ലറേഷനിലൂടെ ബ്രിട്ടീഷുകാർ അംഗീകരിക്കുകയും അവർ മതഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബേസ്ഡ് ഓൺ റിലീജിയസ് മെജോറിറ്റി ദേ ഡിസൈഡഡ് ടു ഡിവൈഡ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും 2 രാജ്യമാക്കി മാറ്റാൻ അവർ തീരുമാനിക്കുന്നു. But there were some hurdles or some difficulties in the partition of India and Pakistan. ഇന്ത്യ-പാകിസ്ഥാൻ വിഭജനത്തിൽ അത് അത്ര എളുപ്പമായ ഒരു കാര്യമായിരുന്നില്ല. അതിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് തടസ്സങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് വെല്ലുവിളികളുണ്ടായിരുന്നു. അപ്പോൾ പ്രധാനമായിട്ടും 4 വെല്ലുവിളികളാണ്, അല്ലെങ്കിൽ 4 തടസ്സങ്ങളാണ് അതിനുണ്ടായിരുന്നത്. ഒന്ന്, there was no single belt Muslim majority area in India. ഇന്ത്യയിൽ ഒരു ഏകീകൃത മുസ്ലിം പ്രദേശം ഉണ്ടായിരുന്നില്ല. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിലും വടക്ക് കിഴക്കൻ ഭാഗങ്ങളിലും മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയ ഉണ്ടായിരുന്നു. മറ്റൊരു വെല്ലുവിളി, ഓൾ മുസ്ലിം കമ്മ്യൂണിറ്റി were not ready to go Pakistan, especially under the leadership of ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ. എല്ലാ മുസ്ലിങ്ങളും പാകിസ്ഥാനിൽ പോകാൻ തയ്യാറായില്ല, പ്രത്യേകിച്ച് ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ്റെ നേതൃത്വത്തിലുള്ള ഗുജറാത്തിലെ ഏരിയയിലുള്ള മുസ്ലിങ്ങൾ. മൂന്നാമത്തത്, എമംഗ് ദി മുസ്ലിംസ് ദർ വർ ഹിന്ദു മെജോറിറ്റി ഏരിയാസ്. നാലാമത്തെ വെല്ലുവിളി, ദ പ്രോബ്ലംസ് ഓഫ് മൈനോറിറ്റീസ് സ്ട്രെങ്തനിങ് ദി ബോത്ത് സൈഡ്, അല്ലെങ്കിൽ ഇന്ത്യയിലും പാകിസ്ഥാനിലും പെട്ടുപോകുന്ന മതന്യൂനപക്ഷങ്ങളുടെ, പാകിസ്ഥാനിൽ പെട്ടുപോകുന്ന ഹിന്ദുക്കളും ഇന്ത്യയിൽ പെട്ടുപോകുന്ന മുസ്ലിങ്ങളും അവരുടെ കാര്യങ്ങൾ എന്തായിരിക്കും, ഇതെല്ലാമായിരുന്നു ഇന്ത്യ വിഭജനം നേരിട്ട പ്രധാനപ്പെട്ട തടസ്സങ്ങൾ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ വെല്ലുവിളികൾ. പക്ഷേ ബ്രിട്ടീഷുകാർ ഇതൊന്നും മൈൻഡ് ചെയ്തില്ല. ദേ ഡിവൈഡഡ് ഇന്ത്യ ഇൻറ്റു ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഓൺ ബേസ്ഡ് ഓൺ മുസ്ലിം മെജോറിറ്റി. മതഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും 2 രാജ്യങ്ങളാക്കി അവർ മാറ്റി 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി. സോ ദ കോൺസിക്വൻസ് ഓഫ് ദി പാർട്ടീഷൻ, ഇന്ത്യ വിഭജനത്തിൻ്റെ അനന്തരഫലം. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ ഇന്ത്യ വിഭജിച്ചപ്പോൾ അതിൻ്റെ അനന്തരഫലം അതിദാരുണമായിരുന്നു, ഭീകരമായിരുന്നു. ഒന്ന്, ഇത് ആധുനിക ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മസാക്കർ, ജിനസൈഡിന് കാരണമായി. അപ്പോൾ ഇന്ത്യ വിഭജനം ആധുനിക ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊലക്ക് ഇന്ത്യ വിഭജനം കാരണമായി. മറ്റൊന്ന്, ഇറ്റ് ക്രിയേറ്റഡ് ടെൻഷൻ ബിറ്റ്വീൻ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ്, ദേ ബിക്കം ദ എനിമീസ്. രണ്ടാമത്, അത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഇടയിൽ പ്രോബ്ലം ഉണ്ടാക്കുകയും അവർ അജീവനാന്ത ശത്രുക്കളായി മാറുകയും ചെയ്തു. മൂന്നാമത്, ഇറ്റ് വാസ് ദ ഡിവിഷൻ ഓഫ് ദി ഹേർഡ്സ് ഓഫ് ഇന്ത്യൻസ്, നോട്ട് ദ ഡിവിഷൻ ഓഫ് ദി ജിയോഗ്രഫിക്കൽ ഏരിയ.
ഭൂമിശാസ്ത്ര വിഭജനമായിരുന്നില്ല സത്യത്തിൽ. അത് ഇറ്റ് വാസ് ദ ഡിവിഷൻ ഓഫ് ദി ഹേർട്സ് ഓഫ് ഇന്ത്യൻസ്. ഇന്ത്യക്കാരുടെ ഒരേ പാത്രത്തിൽ നിന്നുണ്ട് ഒരേ സ്ഥലത്ത് ഉറങ്ങിയിരുന്ന ഹിന്ദു മുസ്ലിങ്ങൾക്കിടയിലെ മനസ്സിൻ്റെ വിഭജനമായിരുന്നു സത്യത്തിൽ ഇന്ത്യ വിഭജനം. ഇറ്റ് ക്രിയേറ്റഡ് കമ്മ്യൂണൽ സോൺസ് ഇൻ കൊൽക്കത്ത, ഡൽഹി, പഞ്ചാബ് ഏരിയ. അത് നിരവധി കമ്മ്യൂണൽ സോണുകൾ ഉണ്ടാക്കി, വർഗീയ മേഖലകളിൽ തന്നെ ഇന്ത്യ വിഭജനം ഉണ്ടാക്കി. ദെൻ ഹയസ്റ്റ് ഹ്യൂമൻ ട്രാഫിക് ഓഫ് ദി മോഡേൺ ഇന്ത്യ. ആധുനിക ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മനുഷ്യ പലായനത്തിന് ഈ ഇന്ത്യ വിഭജനം കാരണമായി. ഓക്കെ, ദെൻ ദ ഷെയറിങ് ഓഫ് ദി ഗവൺമെൻറ് അസറ്റ്സ് ആൾസോ വാസ് ബിഗ് പ്രോബ്ലം. ഗവൺമെൻറ്റിൻ്റെ അസറ്റുകൾ ഷെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മെനി ഫാമിലീസ് ലോസ്റ്റ് ദെയർ ഫാമിലി മെമ്പേഴ്സ്, കിഡ്നാപ്പ് ദ വിമൻസ്, ചിൽഡ്രൻസ് എക്സെട്ര. കുട്ടികളെയും സ്ത്രീകളെയൊക്കെ തട്ടിക്കൊണ്ടുപോയി കിഡ്നാപ്പ് ചെയ്ത് ഹൈജാക്ക് ചെയ്ത്. അതേപോലെ കുടുംബങ്ങൾക്ക് അവരുടെ കുടുംബങ്ങളെ നഷ്ടപ്പെട്ടു, അച്ഛനെ നഷ്ടപ്പെട്ടു, മക്കളെ നഷ്ടപ്പെട്ടു. ഇതെല്ലാമായിരുന്നു ഇന്ത്യ വിഭജനം നേരിട്ട പ്രധാന അനന്തര ഫലങ്ങൾ. ഹോണർ കില്ലിംഗ്, ദുരഭിമാനക്കൊല. കൺമുന്നിൽ വെച്ച് മറ്റു മതസ്ഥർ ബലാത്സംഗം ചെയ്യുക, തട്ടിക്കൊണ്ടുപോകുക എന്നൊക്കെ കരുതിയിട്ട് സ്വന്തം മക്കളെയും ഭാര്യമാരെയൊക്കെ കുടുംബക്കാർ ദുരഭിമാനത്തിൻ്റെ പേരിൽ കൊല ചെയ്യുന്നു എന്നതും ഈ ഇന്ത്യ വിഭജനത്തിൻ്റെ മറ്റൊരു ദുരന്തം ആയിരുന്നു. ഇനി ഇതിന്ന് ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ചോദ്യമാണ് വിശാലാന്ത പ്രസ്ഥാനവും സംസ്ഥാന പുനഃസംഘടനയും ചുരുക്കി വിവരിക്കുക. ഡ്യൂറിങ് ദി ഫ്രീഡം മൂവ്മെൻറ്റ് അവർ ലീഡേഴ്സ് ഓഫേർഡ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സ്. സ്വാതന്ത്ര്യ സമരകാലത്ത് നമ്മുടെ നേതാക്കൾ നാട്ടുകാരോട് പറഞ്ഞിരുന്നത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കുമെന്നായിരുന്നു. ബട്ട് ദ division of India based on religion created highly tension and massacre, also created a big fear among the rulers, especially Jawaharlal Nehru. Jawaharlal Nehruവിൻ്റെ മൈൻഡിൽ അതൊരു ഇന്ത്യ വിഭജനം, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ വിഭജിച്ചുള്ള അത് വലിയ കൂട്ടക്കൊലക്കും ഭീകരമായ കൂട്ടക്കൊലക്ക് കാരണമായപ്പോൾ അത് ജവഹർലാൽ നെഹ്റു ഭയപ്പെട്ടു പോയി. ഇനിയും ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതും വലിയൊരു ഇന്ത്യക്കാരുടെ ഭാഷയുടെ പേരിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമല്ല, പകരം അഡ്മിനിസ്ട്രേറ്റീവ് ഫെസിലിറ്റി, ഭരണ സൗകര്യം നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്തുണ്ടാക്കാം, സംസ്ഥാനങ്ങൾ ഉണ്ടാക്കാം. എന്നാൽ 1952 ഒരു ആന്ധ്രാപ്രദേശിലെ ഒരു പ്രമുഖ ഗാന്ധിയനായിരുന്ന പോറ്റി ശ്രീരാമലു മദ്രാസ് സംസ്ഥാനത്തിൽ നിന്നും അടർത്തി മാറ്റി തെലുങ്ക് സംസാരിക്കുന്നവർക്ക് മാത്രമായ ഒരു സംസ്ഥാനം വേണമെന്ന ആവശ്യവുമായി ഒരു നിരാഹാര സമരം ആരംഭിക്കുകയും ആഫ്റ്റർ 56 days ഓഫ് ഹങ്കർ സ്ട്രൈക്ക് ഹി ഡയഡ്. 56 ദിവസത്തോളം അദ്ദേഹം നിരാഹാര സമരം കിടക്കുകയും അവസാനം അദ്ദേഹം മരണപ്പെടുകയും ചെയ്തപ്പോൾ ഇത് ആന്ധ്ര റീജിയണിൽ ഒരു വലിയ രാഷ്ട്രീയ കോളിളക്കത്തിനും രാഷ്ട്രീയ പ്രക്ഷോഭത്തിനും ഇത് കാരണമായി. അന്ന് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ MLA-മാരും MP-മാരും രാജിവെക്കുകയും തെലുങ്ക് സംസാരിക്കുന്നവർക്ക് മാത്രമായ സംസ്ഥാനം വേണമെന്ന സമരത്തിന് പിന്തുണ നൽകിക്കൊണ്ട് വലിയ പ്രക്ഷോഭം ആ ഏരിയയിലുണ്ടായി. ഇതിനെ തുടർന്ന് 1952 ഡിസംബറിൽ ജവഹർലാൽ നെഹ്റു ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കാൻ അംഗീകാരം നൽകി. അങ്ങനെ 1953 ഇന്ത്യയിൽ ആദ്യമായി ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടു. അതായിരുന്നു ആന്ധ്രാപ്രദേശ്, തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി ഉണ്ടാക്കിയത്. ഇങ്ങനെ തെലുങ്കുകാർക്ക് മാത്രമായി ഒരു സംസ്ഥാനം ഉണ്ടായപ്പോൾ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും ആളുകൾ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി രംഗപ്രവേശനം ചെയ്തു. അപ്പോൾ ഇനി സംസ്ഥാന രൂപീകരണത്തെ പറ്റി പഠിക്കാൻ 1953 ജവഹർലാൽ നെഹ്റു ഒരു കമ്മീഷനെ നിയമിക്കുകയുണ്ടായി. അതായിരുന്നു ഫസൽ അലി കമ്മീഷൻ. കമ്മീഷൻ ഇന്ത്യ മുഴുവനും വിസിറ്റ് ചെയ്യുകയും സംസ്ഥാന രൂപീകരണത്തെപ്പറ്റി വ്യക്തമായി പഠിക്കുകയും അതിൻ്റെ റിപ്പോർട്ട് നെഹ്റു ഗവൺമെൻറ്റിന് സമർപ്പിക്കുകയും ചെയ്തു. കമ്മീഷൻ പറഞ്ഞു, ഇന്ത്യയിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ഏറ്റവും നല്ലത് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണമാണ്. ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 1956
നവംബർ 1 ഇന്ത്യൻ പാർലമെൻറ്റ് സംസ്ഥാന പുനഃസംഘടന ആക്ട് പാസ്സാക്കി. അങ്ങനെ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും വന്ന് രൂപീകരിക്കുകയുണ്ടായി.